നമസ്കാരം ഷെരീഫ്. കഴിഞ്ഞ 2-3 വീഡിയോകളിലൂടെയായിട്ട് നമ്മൾ ബിസിനസ്സുകൾ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിച്ച് അത് വിജയത്തിൽ എത്തിക്കണമെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഘടകങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്? നിങ്ങളൊരു ബിസിനസ് ആരംഭിച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ വിലയിരുത്തേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾ എന്തൊക്കെ കാര്യത്തിന് നിങ്ങൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ബിസിനസ്സിൽ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾ ചെയ്യാതിരുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. കാരണം ബിസിനസ് വിജയിക്കുന്നത് ഒരു ഭാഗ്യം കൊണ്ട് മാത്രമല്ല. കാരണം ബിസിനസ്സിന് കൃത്യമായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ബിസിനസ്സിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ബിസിനസ്സിൽ വിജയം ഉണ്ടാവുന്നത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് മുതൽ, ബിസിനസ് കോൺസെപ്റ്റ് കണ്ടെത്തുന്നത് മുതൽ ബിസിനസ്സിലെ പരാജയങ്ങൾ നിങ്ങൾ തുടങ്ങുന്നുണ്ട് പല ബിസിനസ്സുകാരും. കാരണം കൃത്യമായിട്ട് ബിസിനസ് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാതെ ബിസിനസ് ആരംഭിക്കുന്ന ഭൂരിഭാഗം ബിസിനസ്സുകാരും ഇന്ന് നേരിടുന്നത് ബിസിനസ് 3 മുതൽ 6 മാസം വരെ ആവുമ്പോഴേക്ക് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ കാണാറുണ്ട്. എന്താണ് ഇതിന് കാരണം? ഒരു ബിസിനസ് കോൺസെപ്റ്റ് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ബിസിനസ്സുകാരൻ ചിന്തിക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവരറിയുന്നില്ല. ഒരു ബിസിനസ് ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിപ്പോൾ ചിന്തിച്ചാൽ അറിയാം, ഒരുപാട് NRIs തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ, അല്ലേ? എന്നിട്ട് അവർ നാട്ടിൽ വന്നിട്ട് സ്വന്തം ഫാമിലിയോടൊപ്പം ചേരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ഫാമിലി ആയിട്ട് ചേർന്ന് നിന്ന് പോവാം എന്നുള്ള രൂപത്തിൽ അവർ നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കാം, ആ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ എടുത്ത് ഉപജീവന മാർഗം കഴിയാം എന്നുള്ള രൂപത്തിലാണ് ബിസിനസ് ആരംഭിക്കുന്നത്. ഇവർ ഇത്രയും കാലം അവിടെ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അവർ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം, ആ പണം കൊണ്ട് ഈ ബിസിനസ് വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. അവർ ചിന്തിക്കുന്നത് എന്താ? ഞാനൊരു ബിസിനസ് ആരംഭിക്കുന്നു, ആ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് ഒഴുകി വന്നുകൊണ്ടിരിക്കും, അവരെൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങും, അങ്ങനെ എൻ്റെ ബിസിനസ് വിജയിക്കും, ഞാൻ വലിയ സമ്പന്നനാകും. ഇത്രയാ മാത്രമാണ് സ്വപ്നം കാണുന്നത്. അത് സ്വപ്നം മാത്രമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിനൊരു ബിസിനസ് കോൺസെപ്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അവിടെ ആരംഭിക്കണം നമ്മളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം നമ്മളവിടെ. നമ്മൾ ആരംഭിക്കുന്ന, നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്ന ബിസിനസ് ഈ വിപണിയിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ അതിന് ആരാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ സ്വയം നിങ്ങൾ വിലയിരുത്തുക. നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിച്ച സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ വിപണി പഠനം അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമർക്ക് നിങ്ങളുടെ ഉൽപ്പന്നം ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ചിലപ്പം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ഒട്ടുമിക്ക ബിസിനസ്സുകളും പരാജയപ്പെടുന്നത് ആ വിപണിയിൽ ആവശ്യമില്ലാത്ത ഒരു ബിസിനസ് ആ വിപണിയിൽ ആരംഭിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമറുടെ ഒരു പെയിൻ പോയിന്റ് ഇല്ലാത്ത, അതിനൊരു പരിഹാരമല്ലാത്ത ഒരു ബിസിനസ് ആ വിപണിയിൽ ആരംഭിക്കുമ്പോഴാണ് ആ ബിസിനസ് പരാജയപ്പെടുന്നത്. ദെൻ നമ്മൾ എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം? ഒന്ന്, നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തു. പിന്നെ അവിടെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻറ്റീരിയർ ഡിസൈനിങ്, അതേപോലെയുള്ള ഒരു റീറ്റെയിൽ സ്റ്റോറൊക്കെ ആണ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യും. അവിടേക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകൾ കൊണ്ടുവരും. ഈ സ്റ്റോക്കുകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ സ്റ്റോക്കുകൾ വാങ്ങേണ്ട കസ്റ്റമർക്ക് ഈ സ്റ്റോക്കുകൾ, ഈ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടോ എന്നുള്ളത്, അല്ലേ? നമ്മൾ ധാരാളം സ്റ്റോക്കുകളൊക്കെ ഈ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യും. കാരണം ആദ്യം കയ്യിൽ പണം ഉണ്ടാവും. ഈ പണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഈ ഷോപ്പിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? കസ്റ്റമറുടെ ഇഷ്ടങ്ങളനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഷോപ്പുകളിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയല്ല എങ്കിൽ ആ ഷോപ്പുകളിൽ വിൽപ്പന നടക്കില്ല. കാരണം ആളുകൾക്ക് ആവശ്യമുള്ളതേ അവരവിടുന്ന് വാങ്ങുള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ നമ്മൾ ഹയർ ചെയ്യും. അവർക്ക് പിന്നെ ധാരാളം ശമ്പളമൊക്കെ അവിടെ ഓഫർ ചെയ്യും. നമ്മുടെ ബിസിനസ്സിൻ്റെ റേഞ്ച് എത്രയാണ്, നമ്മൾ എത്രത്തോളം ബിസിനസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഷോപ്പിൽ, അവിടെ എത്രത്തോളം സ്റ്റാഫ് ആവശ്യമുണ്ട്, ഏതൊക്കെ സ്റ്റാഫാണ് നമുക്ക് ആവശ്യമുള്ളത്, ആ സ്റ്റാഫിൻ്റെ ക്വാളിറ്റി എന്താണ്,
ഇതിനൊന്നും പരിഗണന കൊടുക്കാതെ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ വരുന്ന ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ജോലിക്കെടുക്കും. ഇതിനൊരു റിക്രൂട്ട്മെന്റ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ഹയറിംഗ് സിസ്റ്റം ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാവില്ല. അതിന് ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാവില്ല. അവിടെ എന്താ ചെയ്യുക, ഒരു പണവും ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ ഒന്നും ഫൈൻഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ അടുത്തെത്തുന്ന ആളുകളിൽ നിന്ന് കുറച്ച് ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, ഹയർ ചെയ്ത് നമ്മുടെ ഷോപ്പിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യും. അവിടെ നടക്കാൻ പോകുന്നത്, നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന ഉൽപ്പന്നം ആവശ്യമുള്ള ഒരു കസ്റ്റമർ വന്നാൽ തന്നെ അവർക്ക് ആ കസ്റ്റമർ വിൽപ്പന നടത്താൻ പോലും കഴിവില്ലാത്ത ആളുകളായിരിക്കും സെയിൽസിൽ ഉണ്ടാവുക. അവിടെ ബിസിനസ് സ്റ്റക്ക് ആവും. കാരണം ബിസിനസ്സിന്റെ റവന്യൂ വരില്ല. വിൽപ്പന നടന്നെങ്കിൽ മാത്രമല്ലേ റവന്യൂ വരുള്ളൂ. ദെൻ നെക്സ്റ്റ് സംഭവിക്കുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്യാതെ പോകുന്ന ഒരു പാർട്ടാണ് ബ്രാൻഡിങ് എന്നുള്ളത്. ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എന്താണ്? ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ആ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രവർത്തനത്തെയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ പണം നീക്കി വെച്ചിട്ടില്ലെങ്കിൽ ബിസിനസ്സിന് ഒരിക്കലും കസ്റ്റമറുടെ മനസ്സിൽ വിശ്വാസം നേടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ബിസിനസ് എന്ത് ചെയ്യും, പരാജയത്തിലേക്ക് പോകും. കാരണം നമ്മൾ ബിസിനസ് പരാജയപ്പെടുന്നതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുക ഇന്ന്, അല്ലേ? ആളുകൾ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ബിസിനസ് പരാജയപ്പെട്ടു എന്ന് പോലും മനസ്സിലാവുന്നില്ല എന്ന് പറയും. കസ്റ്റമറുടെ മനസ്സിൽ നിങ്ങളുടെ ബിസിനസ്സിന് വിശ്വാസം ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇന്ന് ആരംഭിക്കുന്ന ബിസിനസ്സുകളിൽ ഒരു 3 മാസം അല്ല 6 മാസം കഴിയുമ്പോൾ അടച്ചു പൂട്ടി പോവുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ബിസിനസ്സുകൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ആ ബിസിനസ്സിൽ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഇന്ന് ചെറുകിട ബിസിനസ്സുകാരിൽ ഭൂരിഭാഗം ആളുകളും ബ്രാൻഡിങ് എന്നുള്ള ആ ഒരു പദത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം അതൊരു ചെലവായിട്ടാണ് കാണുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല കാണുന്നത്, ചെലവായിട്ടാണ് പല ബിസിനസ്സുകാരും അതിനെ കാണുന്നത്. അതുപോലെ തന്നെയാണ് മാർക്കറ്റിങ്ങും. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പോഴാണ് ബിസിനസ് വിജയിക്കുക. അപ്പോഴാണ് കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ്സിൽ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആരംഭിക്കുക. അപ്പം ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു മിനിമം ഒരു വർഷമെങ്കിലും ഒരു ബിസിനസ് മുമ്പോട്ട് പോകാൻ വേണ്ടി, സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമുണ്ട്. ഒരു വർഷമെങ്കിലും എടുക്കും. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പണം അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുവന്നിരിക്കണം. ഇല്ല എങ്കിൽ ബിസിനസ് 90% ബിസിനസ്സുകളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഭാവം കൊണ്ടാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചറിയാം. നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം, നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് ആരംഭിച്ചിരുന്നത്? നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്ന ആ ഒരു ദിവസം വരെയുള്ള ഫണ്ട് കൊണ്ട് മാത്രമാണോ നിങ്ങൾ ബിസിനസ് ആരംഭിച്ചത്? അങ്ങനെ ആയിരുന്നു നിങ്ങൾ ബിസിനസ് ആരംഭിച്ചതെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും, തീർച്ചയാണ്. അല്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചിട്ട് ബിസിനസ്സുകാർ അവെയർ അല്ല, അവർ അറിയുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ബിസിനസ് ആരംഭിക്കുന്നു, ബിസിനസ് മുമ്പോട്ട് പോകാൻ തടസ്സങ്ങൾ നേരിടുമ്പോൾ വീണ്ടും വീണ്ടും പണം ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടാണ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്. ഇത് എവിടെ അവസാനിപ്പിക്കണം എന്ന് പോലും അവർക്കറിയില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂറായിട്ട് നമ്മളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണം എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മളുടെ ബിസിനസ് 1 വർഷമെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പണം നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ കണ്ടിരിക്കണം, കൊണ്ടുവന്നിരിക്കണം. അത് റിസർവ് മണി ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ബിസിനസ് ഒരു 3 മുതൽ 6 മാസം വരെ ആകുമ്പോഴേക്ക് വളരെ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകും. ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ബിസിനസ് ആരംഭിച്ചവരും ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരും
നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതൊന്ന് വിലയിരുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ബിസ്ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2025 1,00,000 ബിസിനസ്സുകാരെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബിസ്ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റി കൂടുതൽ ആളുകളെ കമ്മ്യൂണിറ്റിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ലൈവ് സെഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ റെക്കോർഡഡ് സെഷനുകളുണ്ട്. കൂടാതെ നിങ്ങളുടെ ബിസിനസ്സുമായിട്ടുള്ള ഡിസ്കഷനിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡിസ്കഷൻ ഗ്രൂപ്പുകൾ ഞങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ മറ്റു നല്ലൊരു ബിസിനസ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.